ഹായ്. അപ്പം നന്നായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ നല്ലപോലെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 2.2 മില്യൺ വ്യൂസൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 മില്യൺ വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ത് മാത്രമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ ഫേസ്ബുക്കിലും ഒരു 3 മില്യനൊക്കെ വന്നിട്ടുണ്ട്. ഫോളോവേഴ്സും നല്ലപോലെ വരുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സും നല്ലപോലെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടാകണം. യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഉത്സവത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസും നമുക്ക് ചെയ്യാൻ പറ്റും. ഉത്സവം കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ബ്ലോഗുകളും നമ്മൾ ചെയ്യാം. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹായ് ഗായ്സ്. നമ്മളിപ്പോൾ ഇവിടെ ചെറുനാട്ടിലേക്കാണ്. ചെറുനാട്ട് കഴിഞ്ഞ വർഷം നമ്മൾ വന്നില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ പ്രാവശ്യം ഇവിടെ കാവടിയാട്ടമാണ് തൈപ്പൂയത്തിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ നോയമ്പൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇത് ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പം നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്രാവശ്യം നമുക്കത് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു. വീണ്ടും മോനെ കൊണ്ട് വന്നിട്ടുണ്ട്, മോനും വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് ബാക്കി പറയാതെ. അപ്പം അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ. ഉണ്ട് വണ്ടി ഭയങ്കര തിരക്കായതുകൊണ്ട് ഉണ്ട്. കുളത്തിൻ്റെ അവിടെ ഞങ്ങൾ വണ്ടി വെച്ചത്. കുളം കണ്ടോ? അപ്പോൾ ഈ കുളമാണിത്. കുളത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ചെറിയനാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഒരു മുരുകൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടോ മേളിലിരിക്കുന്നുണ്ടോ. അപ്പം ഇതാണ് ക്ഷേത്രം. ഇപ്പം തൈപ്പൂയം ആയതുകൊണ്ടെല്ലാം അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുകയാണ്. നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. വൈകിട്ടൊക്കെ ലൈറ്റൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ കാണാനായിട്ട്. അപ്പം നമുക്ക് അകത്തേക്ക് ഇനിയും കയറാം. അപ്പം നാരങ്ങാമാല മേടിക്കണം. 21 നാരങ്ങയുടെ ഒരു നാരങ്ങാമാല വേണേ. പിന്നെ ഒരു ചെറിയ പനിനീരൂടെ വേണേ. ചെറുത്. പിന്നെ ഒരു കർപ്പൂരം. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ മേടിക്കുന്നത് ഇവിടെ. പനിനീര് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനിനീര് ഇവനിവിടെ കാവടി നേർന്നേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും അത് ചെയ്യണം. അത് പിന്നെ നാരങ്ങാമാല ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരങ്ങാമാല ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ വാർഡിൽ ഒരു BJP മെമ്പറെ വിജയിക്കാൻ വേണ്ടി നമ്മളൊരു നാരങ്ങാമാല നേർച്ച പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യം സാധിച്ച് ബാലഭോഗം തന്നേക്കാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നാരങ്ങാമാല കൊടുക്കുന്നത്. നമ്മുടെ വാർഡിലെ ശില്പ എന്ന് പറഞ്ഞൊരു വാർഡ് മെമ്പറാണ്. നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചുമാണ്. അപ്പം അതിന് വിജയിക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അവിടെ അത് സാധിച്ചെടുത്ത് ബാലപുരം അവിടെ നമ്മൾ പറഞ്ഞ് ജയിക്കുവാണെങ്കിൽ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുമാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരും നമ്മൾ അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ തൊഴുത് വന്നതിന് ശേഷം പറയാം. ഞങ്ങൾ തൊഴുതിപ്പോൾ ഇറങ്ങിയ കേട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഇത് ആനന്ദശയനം പോകേണ്ടിയിരിക്കുന്ന പൂവാണ്. കണ്ടോ? താമരക്കകത്തിരിക്കുന്ന ആനന്ദശയനം ഇല്ല, അതുപോലെ തന്നെ ശിവലിംഗ പൂവെന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് അതാ കുളത്തിലോട്ട് പോകുന്ന വഴി. നമ്മളെ മുമ്പേ വണ്ടി അവിടെ വെച്ചേക്കില്ല, അതിലൂടെ വന്നത്. കാവടിക്ക് നേരം നോക്കുന്നവരൊക്കെ മുമ്പേ വന്ന് ഇതിനകത്ത് കുളിക്കുന്നുണ്ടായിരുന്നു. ബുധനാഴ്ചയായിട്ട് ഇന്നും ഭയങ്കര തിരക്കാണ്. കാവടിയാട്ടത്തിൻ്റെ ഇതുകൊണ്ടാണ്
തൈപ്പൂയത്തിന് കാവടിയാട്ടം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇതുപോലെ തിരക്കായിരിക്കും അന്നേരം. അപ്പം നമ്മൾ ഇവിടെ ചെന്നാട്ട് അമ്പലത്തിൽ വന്ന കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ചെന്നാട്ടെല്ലാം തൊഴുത് ഇവിടുന്ന് കാപ്പിയും കുടിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം ഒത്താ നമുക്ക് തൈപ്പൂയത്തിന് വരാൻ നോക്കാം. ഞായറാഴ്ചയാണ്, നോക്കട്ടെ. വരണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. ഒത്താ വരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു, തൈപ്പൂയത്തിൻ്റെ അന്ന് വന്നായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വരണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, നടക്കുമെന്നറിയില്ല. ഒത്താ വരും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത വീഡിയോയിൽ കാണാമേ.